പാസൻ്റെ മാതാവേ സ്തുതി, നന്ദി, 1000 നന്ദി. എൻ്റെ പേര് എലിസബത്ത്. ഞാൻ എറണാകുളത്തുനിന്ന് വരുന്നു. കഴിഞ്ഞ ഒക്ടോബർ, അതായത് 2021 ഒക്ടോബർ 16-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ശരിക്കും വളരെ തകർന്ന ഒരവസ്ഥയിലാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. ഞാനൊരു 2 വർഷമായിട്ട് ജോലി ഇല്ലാതിരിക്കുകയാണ്. കാരണം എൻ്റെ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ കോവിഡ് വന്ന് മരിച്ചുപോയി. 10-26 വർഷം നല്ല നിലയിൽ ജോലി ചെയ്തിട്ട് ഒരു ജോലിയില്ല, സാമ്പത്തികമായിട്ട് വളരെ തകർന്ന അവസ്ഥയിൽ വല്ലാത്ത കഷ്ടപ്പാടി നിന്നപ്പം ഞാനും എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന പഴയ സ്ഥാപനത്തിലുള്ള ആൾക്കാരും കൂടെ ചേർന്ന് ഒരു സ്ഥാപനം തുടങ്ങി. വേറെ രക്ഷയൊന്നും ഇല്ലാഞ്ഞിട്ട് തുടങ്ങിയതാണ്. പക്ഷേ ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ സമ്പാദ്യം എടുത്തിട്ടിട്ടും നമ്മൾ വീണ്ടും കോവിഡുകൾ വന്നപ്പം പല വേവ്സ് വന്നപ്പോൾ ഞങ്ങൾ തകർന്ന് തരിപ്പണമായി പോയി. പിടിച്ചു നിൽക്കാൻ ഒരു വഴിയില്ലാതെ നിന്നപ്പോഴാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി മാറാൻ മാനുഷികമായ രീതിയിലുള്ള ചിന്തകളും അതിനനുസരിച്ചുള്ള പ്രാർത്ഥനകളും സത്യത്തിൽ ഞാൻ ചെയ്തത്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി വളരെ ഡിഫറൻ്റ് ആയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചത്, ഞങ്ങളൊരു ചെറിയ റിസോർട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ബുക്കിംഗ് കിട്ടി, പൈസ കിട്ടിയാലേ ഞങ്ങൾ സാമ്പത്തികമായിട്ട് രക്ഷപ്പെടുമെന്നുള്ള മാനുഷികമായ ചിന്തയിലാണ് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചത്. നല്ല ബുക്കിംഗ് തരണേ, നല്ലപോലെ സാമ്പത്തികം വന്ന് ഞങ്ങളുടെ പിടിച്ചു നിൽക്കാൻ പറ്റണേന്ന്. പക്ഷേ ദൈവം അതൊന്നും അല്ല കണ്ടത്. ദൈവം അതിനേക്കാളും വലിയ പദ്ധതിയാണ് കണ്ടുവച്ചിരുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കൊരു ബുക്കിംഗ് വന്നു. അത് പുറത്തുനിന്നുള്ള ഒരു ഫോറിനറുടെ ബുക്കിംഗാണ്. ആ ബുക്കിംഗ് ഏകദേശം കൺഫേം ആയി നിന്ന സമയത്ത് ഓംബ്രിക്കോൺ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ ബുക്കിംഗ് കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ ഞാൻ വിചാരിച്ച സമയത്ത് ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. ദൈവമേ, ഈ ബുക്കിങ്ങെങ്കിലും എനിക്ക് കിട്ടണേ, ആ ഒരു മാസത്തെ ചിലവെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ബുക്കിംഗ് കറക്റ്റായിട്ട് ആ ഡേറ്റിൽ എനിക്ക് കൺഫേം ആയി കിട്ടി. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി അവിടെ കൊണ്ടൊന്നും തീർന്നില്ല. എനിക്ക് വന്ന ആ സായിപ്പിൻ്റെ പേര് ക്രിസ്റ്റഫർ എന്നായിരുന്നു. ക്രിസ്റ്റഫറിനെ ഞാൻ ഇതിന് മുന്നേ ഒരിക്കൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, അല്ലാതെ എനിക്ക് അയാളെ വലിയ പരിചയമൊന്നുമില്ല. പക്ഷേ പുള്ളിക്കാരൻ വന്നിട്ട് അവിടെ താമസിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു, നിങ്ങളുടെ പദ്ധതി എന്താണ്, നിങ്ങളുടെ ബിസിനസ് പ്ലാൻ എന്താണ്, എനിക്ക് നിങ്ങളുടെ ഈ പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒരാൾ വന്നിട്ട് 5 പൈസയ്ക്ക് വരുമാനമില്ലാതിരിക്കുന്ന ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരിക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മാനുഷികമായ രീതിയിൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. ഞാൻ ഉടമ്പടി എടുത്ത് നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്, അത്ഭുതം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമുണ്ട്. പക്ഷേ ഈ ആളോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് അയാൾ എനിക്ക് എൻ്റെ കമ്പനിയിൽ 24 ലക്ഷം രൂപ പുള്ളി ഇൻവെസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് 6 മന്ത്സിലേക്കുള്ള കംപ്ലീറ്റ് എക്സ്പെൻസുകളും കുറച്ച് ക്യാപിറ്റലുമായിട്ട്. അത് കഴിഞ്ഞ് മുന്നോട്ടുള്ള കാലങ്ങളിൽ പുള്ളി എൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്യും. അതിനനുസരിച്ച് ഞങ്ങൾക്ക് ബിസിനസ് കിട്ടുമെന്ന് ഉറപ്പായ കാര്യമാണ്. ഇംഗ്ലണ്ടിൽ എനിക്കൊരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാക്കി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ടും ബിസിനസ് കിട്ടുമെന്ന് ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം, പുള്ളിക്കാരൻ അവിടെ ഒരു സംഭവം ഇതുപോലെ തന്നെ ഞങ്ങളുടെ പോലെ തന്നെ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനകത്ത് ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഞങ്ങളുമായിട്ട് എഗ്രിമെൻ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഒരാളും ചിന്തിക്കാൻ പറ്റാത്ത, മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് പരിശുദ്ധ മാതാവ് ഞാൻ ചിന്തിക്കാത്ത, അല്ലെ ആരും ചിന്തിക്കാത്ത വഴികളിൽ കൂടി ഞങ്ങളെ കൊണ്ടുവന്ന് ഞങ്ങളെ വളരെ സേഫായ ഒരു സോണിൽ ഇപ്പോൾ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുവാണ്. അപ്പം മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. ഞാനിപ്പം തുടക്കത്തിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നവംബർ 3-ാമത്തെ ആഴ്ചയിലെ കൃപാസനത്തിലെ ചൊവ്വാഴ്ച ധ്യാനത്തിൽ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനം കൂടാറുണ്ട്. എന്തൊക്കെയാണെങ്കിലും എൻ്റെ ഓഫീസ് ജോലികളുടെ ഇടയാണേലും ഞാൻ കൂടാറുണ്ട്. അങ്ങനെ കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, എലിസബത്തിന് ഒരു അത്ഭുതമുണ്ട്, ഒരു സംഭവമുണ്ട്, പക്ഷേ അതെനിക്കിപ്പോൾ പറയാൻ അനുവാദമില്ലെന്ന് അച്ഛൻ പറഞ്ഞു. ഞാൻ ഉറച്ചു വിശ്വസിച്ചു അതെനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. നവംബർ 20 ഏതോ ഒരു ഡേറ്റാണ്, ഞാൻ കൃത്യമായി അതിപ്പോൾ ഓർക്കുന്നില്ല, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, അത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. പക്ഷേ ഡിസംബർ 10-ാം തീയതി ആയപ്പം എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റുന്ന ഒരു നല്ല ഒരു ഉടമ്പടിയിലേക്ക് ക്രിസ്റ്റഫർ ഞാനും എൻ്റെ കമ്പനി എത്തിയതോടെ ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു. പക്ഷേ ദൈവം എനിക്ക് വേണ്ടി പദ്ധതി റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് എനിക്ക് മനസ്സിലായി കിട്ടി. ഞാനത് ഉറച്ച് വിശ്വസിച്ചത് കൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിച്ചത്. ഇപ്പം ഞാൻ ഈ ഉടമ്പടി എടുക്കുമ്പോഴേ എൻ്റെ സിസ്റ്ററിനെ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞാനിവിടെ പറഞ്ഞു വിട്ട് അവളുടെ ജീവിതത്തിൽ നടന്ന ചേഞ്ചൊക്കെ ഞാൻ കണ്ടതാണ്. പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കുന്നിടം വരെ ദൈവം എന്നെ കൈവെള്ളയെ കൊണ്ടു നടന്നതുകൊണ്ട് ഒരുപക്ഷെ ഞാൻ ഇത്രയും വിശ്വസിച്ചില്ല, ഇത്രയും മഹാ അത്ഭുതങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുമെന്ന്. എങ്ങോ കിടന്ന് ഏതോലും ഒരു സായിപ്പ് വന്ന് കാക്കാശിന് വരുമാനമില്ലാത്ത, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കാക്കാശിന് വരുമാനമില്ലാത്ത ഒരു കമ്പനിയിൽ കൊണ്ടുവന്ന് പൈസ ഇടുക എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് പരിശുദ്ധ അമ്മയുടെ വലിയ കൃപാവരമാണ്, വലിയ അനുഗ്രഹമാണ്. 1000 നന്ദി എൻ്റെ പരിശുദ്ധ അമ്മ എന്ന്